ഹലോ, ഞാൻ തന്നെ ഇഞ്ചിമിഠായിയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഊട്ടിയിലെത്തി. അപ്പോൾ ഊട്ടിയിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വേണ്ടത് നമുക്ക് ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹോം സ്റ്റേ എന്തായാലും തപ്പി പോകണം. ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ എല്ലാവിടെയും റെസ്റ്റോറൻറ്റ്സ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്റ്റേസ് ആണ് ഉള്ളത്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ കോവിഡ് സിറ്റുവേഷൻ ആയ കാരണം വീട്ടിൽ തന്നെ കുക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫുഡ്സ് കഴിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള സ്ഥലം നോക്കി ഞങ്ങൾ ഒരുപാട് നടന്നു. അപ്പോൾ അങ്ങനെ വന്ന് ചേർന്നൊരു സ്ഥലമാണ് ജെമിനി ഹോം സ്റ്റേ. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങളിവിടെ വന്നു. ഇത് പ്രോപ്പർ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇവിടുത്തെ മാനേജിങ് ചെയ്യുന്നത് വേണു എന്ന് പറഞ്ഞ ചേട്ടനാണ്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ അവരുടെ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ആവശ്യം വേണ്ടവർ വരിക. അതുപോലെ തന്നെ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഇവർ വണ്ടി അലോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സ്പെൻസ് നമ്മൾ ബിയർ ചെയ്യണം. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം. വെറുതെ ഞാൻ ചുമ്മാ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് പോയിട്ട് അതിൻ്റെ വ്യൂസ്, റൂംസിൻ്റെ വ്യൂസും കാര്യങ്ങളും കാണാം. പിന്നെ 2 ഫാമിലിക്ക് നന്നായി താമസിക്കാൻ പറ്റുന്ന ഒരു വിത്ത് അറ്റാച്ച്ഡ് കിച്ചൺ, അതാണ് ഇവിടുത്തെ ഒരു ഫീച്ചർ. പിന്നെ എക്സ്ട്രാ ബെഡ് അത് അവർ അലോ ചെയ്യുന്നതനുസരിച്ചിട്ട്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ വേറെ സ്പ്ലിറ്റ് ആയിട്ടാണ് എടുത്തത്. അത് കാരണം നമുക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. ഇവിടെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്, ഇവിടുത്തെ ഉള്ള സ്ഥലത്ത് നല്ല കിടിലൻ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. ഈ ഗാർഡനിൽ വളരെ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. വേണ്ട, ഇത് നല്ല സൂപ്പറായിട്ടുള്ള സാധനമാണ്. ഇതെന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. താമര പോലെ നിൽക്കുക, ഇങ്ങനെ രസമുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. കിടില. നമുക്ക് വേണ്ട TV, ബെഡ്, അതുപോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ടായിട്ടാണ്. നൈറ്റ് ഞങ്ങൾ ഇവിടെ തുറന്നത് ഭയങ്കര തണുപ്പായിരുന്നു, പക്ഷെ നല്ല രസമുണ്ട്. ഇവിടുന്ന് സൈറ്റ് സീയിങ് ഒക്കെ. പിന്നെ ഇവിടെ നിന്ന് നക്ഷത്രങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെന്താ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സെപ്പറേറ്റ് ഒരു ഡ്രസ്സിങ് റൂം പോലെ തന്നെ ഭയങ്കര രസമുണ്ട്. ഇവിടെ ലൈറ്റ് നമുക്ക് ഡ്രസ് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സ്പേഷ്യസ് ആണ്. എല്ലാത്തിനും നല്ല സ്പേസ് ഉണ്ട്, കൺജസ്റ്റഡ് അല്ല. അപ്പോൾ അത്യാവശ്യം നല്ല ടോയ്ലറ്റ്, നല്ല ക്ലീനും കാര്യം. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ. ട്രാവൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെട്ടു. അത്രയും നമുക്ക് ഒരു താല്പര്യത്തോടു കൂടി പറയണതും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് പറയണത് രണ്ട് പോലെ ഇരിക്കും. അത്രയും സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് വന്നിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. എൻജോയ്മെന്റ് മാത്രമല്ല, പിന്നെ നമുക്ക് ഉറങ്ങുക, ഒരു റെസ്റ്റ് ചെയ്യുക, അതൊക്കെ റെസ്റ്റിംഗ് പ്ലേസ് നമ്മുടെ പ്രോപ്പറാണ്. പിന്നെ നമ്മുടെ ബേസിക് നീഡ്സ് ഒക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറയുന്നതും ഞങ്ങളൊരു ഹോം സ്റ്റേയിൽ വെച്ച് നോക്കുമ്പോൾ ഡൈനിങ് ടേബിള്, ഇവിടെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അടിപൊളി. അത് കഴിഞ്ഞിട്ട് കിച്ചൺ, ഞങ്ങൾ ചായ, അങ്ങനെ ബേസിക് ചപ്പാത്തി, അങ്ങനെ ഞങ്ങൾ വലിയ ഫുഡ് ഓറിയന്റഡ് ആയിട്ട്, ഫുഡ് മാത്രമല്ല ഞങ്ങളുടെ പ്രയോറിറ്റി ആയിരുന്നു. ഇങ്ങനെ ജസ്റ്റ് വരിക, ഇവിടുത്തെ ക്ലൈമറ്റ് ഉള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാവും. അങ്ങനെ ആയതുകൊണ്ട് ഫ്രിഡ്ജ് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡുകളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കീപ്പ് ചെയ്തു, കുറച്ച് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബേസിക് ആയിട്ട് വേണ്ട പാത്രങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ഞങ്ങൾ യൂസ് ചെയ്തിരുന്നു. ഗ്യാസ് അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കിച്ചണാണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. പിന്നെ റൂം, വേറെ റൂം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് രണ്ട് ബെഡ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി സൗകര്യമായി. പിന്നെ വേറെ എക്സ്ട്രാ ബെഡിൻ്റെ ആവശ്യം വന്നില്ല. സൂപ്പർ ബെഡായിരുന്നു. പിന്നെ ഇവിടെയും ഒരു ഡ്രസ്സിങ് റൂം ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ഇവിടെയും ടോയ്ലറ്റ് ഒക്കെ ഭയങ്കര ക്ലീൻ ആണ്. അത്യാവശ്യം ഇവിടെ ഒരു കുഞ്ഞു പാത്രം സൈഡ് സീനിനൊക്കെ പറ്റിയ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇവിടെ രാത്രി നിന്നും നക്ഷത്രങ്ങൾ കാണാം. സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ സ്വെറ്ററൊന്നും ഇല്ലാത്ത കാരണം ഐസ് പോലെയായിരുന്നു ഇവിടെ. ഇവിടെ നിന്ന് നക്ഷത്രങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ സ്റ്റേനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ഹാളിലോട്ട് പോവാം. ഹാള് നമ്മൾ കണ്ടതായിരിക്കാം, പക്ഷെ ഹാളിലോട്ട് പോവാം. സൂപ്പർ സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളാണ് കേട്ടോ. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത്
എല്ലാവർക്കും ഇവിടെ എന്താ പറയാ, എല്ലാവർക്കും നിരന്ന് ഇവിടെ ഇരുന്ന് TV ഒക്കെ കാണാനും ഒക്കെ സൗകര്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു എല്ലാവർക്കും. ഞങ്ങൾക്കത് കാരണം വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് ടൈം ഞങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ എക്സ്ട്രാ വേറെ കാര്യങ്ങളൊന്നും വേണ്ടി വന്നില്ല. ഞങ്ങൾ കുറച്ചൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയിട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ കെയർ ടേക്കറായ വേണുചേട്ടനെ കാണാം. വേണുചേട്ടൻ്റെ ഒരു സെഷൻ കൂടി ഉണ്ട്. അപ്പോൾ വേണുചേട്ടൻ്റെ അടുത്ത് പോയിട്ടാ. നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ചേട്ടന്. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഹോം സ്റ്റേ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തന്നതിനൊക്കെ താങ്ക്സ് പറയുന്നത് ചേട്ടൻ്റെ അടുത്ത്. ചേട്ടാ, നമുക്ക് ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്കറിയാം, അപ്പോൾ ചേട്ടൻ പറയൂ ഇവിടെ എത്ര പേർക്ക് സ്റ്റേ ചെയ്യാം, എത്ര ഫാമിലീസിന് സ്റ്റേ ചെയ്യാം ഒരു കോട്ടേജിൽ? ഞങ്ങൾക്ക് ആക്ച്വലി വന്ന് 2 ഫാമിലീസാണ്. ടോട്ടൽ 6% ആണ്. അതിപ്പോ 2 കുട്ടികൾ കൂടുതലായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ കിച്ചൺ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുള്ള കാരണം നമുക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള കിച്ചണും ഗ്യാസ് അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും അവൈലബിൾ ആയിരുന്നു. പിന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ അസിസ്റ്റൻസിനൊക്കെ അടുത്ത് വിളിച്ചു പറഞ്ഞാൽ അവർ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം എത്തിച്ചിരുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ സ്റ്റേ. പിന്നെ ഇവിടെ സൈറ്റ് സീയിങ്ങിനൊക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? സൈറ്റ് സീയിങ് ഗസ്റ്റ് ഇപ്പോൾ സൈറ്റ് സീയിങ്ങിന് വണ്ടി വേണം വെച്ചാൽ ഞാൻ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. പക്ഷെ അത് കോസ്റ്റ് വന്നിട്ട് ഗസ്റ്റിന്റെ ഇതിലായിരിക്കും, അക്കൗണ്ടിലായിരിക്കും. പക്ഷെ അത് എന്ന് പറഞ്ഞ ഒരു വണ്ടി ഇവിടെ നിർത്തി ചില ഗസ്റ്റ് അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ എന്താ സിസ്റ്റം വേണം ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്ന സർവീസ്, നല്ല റൂം സർവീസ് എല്ലാം ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് എല്ലാ ഗസ്റ്റും നല്ല ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഓക്കെ, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്നിട്ട്. ഭയങ്കര നീറ്റായും ക്ലീൻ ആയിട്ടുള്ള, ഇപ്പൊ ലേഡീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുക ടോയ്ലറ്റ്സിനാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് ചൂടുവെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയത്. ബേസിക് നമ്മുടെ റിക്വയർമെന്റ് അതാണല്ലോ. പിന്നെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചൂടുവെള്ളം ആവശ്യമാണ്. ചൂടുവെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിരുന്നു. വളരെ ഹാപ്പിയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട്. അത് തന്നെയല്ല, കിച്ചണിന് അത്യാവശ്യം എല്ലാ നമുക്ക് വേണ്ട കുക്കർ, ഫ്രിഡ്ജ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. പാൻ, പിന്നെ നാളികേരം ചെരുകാം. അപ്പോൾ റെഡി ടു കുക്ക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞങ്ങൾ മേടിച്ചു കൊടുന്ന് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ചായ ഉണ്ടാക്കി കഴിക്കാം, പുറമേ നിന്ന് പോകണ്ട, അതിനൊക്കെ ഉള്ള ഒരു അറേഞ്ച്മെന്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ ആവശ്യം അതായിരുന്നു. അതനുസരിച്ച് ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇപ്പോൾ അവർക്ക് കുക്ക് ചെയ്യാൻ വലിയ വേറെ അവർക്ക് ആഹാരം ഹോംലി ഫുഡ് വേണമെങ്കിൽ ഇവിടെ ആളുണ്ട്, അവരോട് പറഞ്ഞാൽ അവരുണ്ടാക്കി തരും, അവരുണ്ടാക്കി കൊടുക്കും. ഞങ്ങളിവിടെ കുക്ക് ചെയ്യുകയാണ് ചെയ്തത്. റെഡി ടു കുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ കുക്ക് ചെയ്ത് കഴിച്ചു. ഞങ്ങൾക്ക് ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇതെങ്ങനെ ചേട്ടാ പിടിക്കോടെ ഇതല്ലേ? ഞാനത് കത്തിരിട്ടിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടുമോ? അതെ, എനിക്ക് എവിടെ പോയാലും അത്യാവശ്യം നല്ല ചെടികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇഷ്ടം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ അത്യാവശ്യം ട്രെൻഡി ആയിട്ടുള്ള ഒരു സാധനമാണ്. ചേട്ടാ ഇതിന്റെ പേരെന്താ? പേര് എനിക്ക് അറിയില്ല, പക്ഷെ ഇതൊരു കാക്ടസ് ടൈപ്പ് അല്ലേ? അത് നമുക്ക് എടുത്തിട്ട് താങ്ക് യു ട്ടാ. ചേട്ടാ ഇത് ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായിക്കോളും. റൂട്ട് വേര് വേണമെന്നില്ല. വേണ്ട, അതിന് വേര് ആവശ്യമില്ല. നോക്കട്ടെ, ഞങ്ങളുടെ ഊട്ടി, ഞങ്ങളിവിടെ വന്ന് ഊട്ടി ട്രിപ്പിന്റെ ഓർമ്മയ്ക്ക് വേണു ചേട്ടന്റെ ഓർമ്മയ്ക്ക് ഇതൊക്കെ വേണു ചേട്ടൻ തന്നെയാണല്ലോ ഫുള്ള്. എല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ ആരെ കൊണ്ട് തൊടിക്കാൻ വാച്ച്മാനോട് വെള്ളം ഒഴിക്കാൻ സമ്മതിക്കില്ല. ഇതിങ്ങനെ വെച്ചാൽ മതിയിട്ട് വന്നോളൂ. വെച്ചാൽ മതി, മണ്ണില് വെക്കുക. മണ്ണിത്തുമ്പോ ഞങ്ങൾ വെച്ചിട്ടില്ലേ ചട്ടിയില്, അതുമാതിരി വെച്ചാൽ വന്നോളൂ. വെയിൽ തനിയെ വന്നോളൂ. ഇത് ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്താൽ ശരിക്കും അത് വന്നോളൂ. വീടിനകത്ത് വെക്കാൻ പറ്റുമോ? വേണ്ട, വെളിയിൽ വെച്ചാൽ മതി. കുറച്ച് നല്ല വന്നതിന് ശേഷം വീട്ടിനകത്ത് വെച്ചാൽ മതി. താങ്ക് യു ചേട്ടാ. വെൽക്കം. ഓക്കെ, താങ്ക്സ് ചേട്ടാ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇത് തന്നെയാണോ ചേട്ടത്? ഇത് അതെടുത്തു. താങ്ക് യു ചേട്ടാ. താങ്ക്സ് അല്ലോ. ബൈ ചേട്ടാ.
അതെ, നമ്മുടെ കൂടെ സ്റ്റേ ചെയ്യാനുണ്ടായിരുന്ന ഫ്രണ്ട്സിന്റെ എക്സ്പീരിയൻസ് കൂടി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്നാലല്ലേ ഞാൻ വെറുതെ തള്ളി മറിച്ചതാണോ എന്ന് അറിയണമല്ലോ. ഇവിടെ ഒരുത്തുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ഹോം സ്റ്റേ? അടിപൊളിയായിരുന്നു കേട്ടോ. സംഭവം പറയാണ്ട് ഇരിക്കാൻ പറ്റില്ല, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സെപ്പറേഷൻ റൂമുകളും പിന്നെ കിച്ചണും സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ ചായ ഇട്ട് കുടിക്കണമെങ്കിൽ പുറത്തേക്ക് പോയിട്ട് ഹോട്ടലിലോ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത് കാരണം റിയലി നൈസ്. ഇനി അർജന്റാണ്. കീർത്തു, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഹോം സ്റ്റേ? സൂപ്പർ ആയിരുന്നു, നല്ലോണം സ്പേഷ്യസ് ആയിരുന്നു. നമുക്ക് റൂമൊക്കെ കിട്ടിയതും പിന്നെ ഞാൻ കിട്ടിയ ബാൽക്കണിയൊക്കെ സൂപ്പർ ആയിരുന്നു. രാത്രി നമുക്ക് നക്ഷത്രം കാറ്റ് വരുന്നു. നല്ല അടുത്ത ഹോട്ടലുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ബാച്ചിലർ, ക്രോണിക് ബാച്ചിലറായ ഒരു മനുഷ്യനുണ്ട്, വിപിൻ. അപ്പൊ വിപിന്റെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കാം. വിപിൻ, ഫാമിലി ആയിട്ട് വരുന്നവർക്ക് താമസിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പേസ് ആണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ്, ലിവിങ് സ്പേസ് ആണ്, ഡൈനിങ് സ്പേസ് ആണ്. നമ്മുടെ വീട് പോലെ നമുക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് അടിപൊളിയായിരിക്കും നമുക്ക് ഫാമിലീസിനെ കാര്യം. പിന്നെ ഞങ്ങൾ ഇവനെ ക്രോണിക് ബാച്ചിലർ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് നമ്മൾ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. പോകുന്നുള്ളൂ. അതിന് മുന്നേ വേണമെങ്കിൽ താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്യാൻ നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. നമ്പർ അടിയിലിടണ്ട, ഇൻസ്റ്റഗ്രാം വഴി ഇട്ടാൽ മതി. നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ശ്യാമു, നമ്മുടെ ഹോം സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു? ഹോം സ്റ്റേ സൂപ്പർ, അടിപൊളിയുണ്ട്. ഒരു ഫാമിലിക്ക് വന്ന് ഇവിടെ ഒരു 2-3 ദിവസം നിൽക്കാൻ പറ്റിയ എല്ലാ സെറ്റപ്പും സൂപ്പറായിട്ട്. അപ്പോൾ അടിപൊളി ഹോം സ്റ്റേ ആണ് ജെമിനി ഹോം സ്റ്റേയിൽ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. അത്യാവശ്യം 2-3 ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ഇവിടെ ഉണ്ട്. അങ്ങനെ എല്ലാവരും താല്പര്യമുള്ളവർ വരിക. അതുപോലെ തന്നെ ഇവിടെ ചൂസ് ചെയ്യാനാണ് ഞങ്ങൾ പറയുള്ളൂ. കാരണം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, അത്യാവശ്യം നല്ല സേഫാണ്, സെക്യൂറാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. താല്പര്യമുള്ളവർ വേണുചേട്ടൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ നമ്പേഴ്സ്, അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പേഴ്സും ഹോം സ്റ്റേൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ.